ഇലുമിനേഷൻസ് എന്ന ടെക്സ്റ്റിലെ ആർതർ എച്ച് ഹാപ്പി എന്ന പാഠത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റീഫൻ ലീകോക്കാണ് എഴുത്തുകാരൻ. ലീകോക്ക് തന്റെ ഉപന്യാസം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലീകോക്ക് എൻഡ്സ് ബൈ സെയിങ് ദാറ്റ് നോട്ട് ഓൾ റിച്ച് ആർ അൺഹാപ്പി. എല്ലാ സമ്പന്നരും അസന്തുഷ്ടരല്ല. ആൻഡ് ദർ ആർ സം ദാറ്റ് ആർ ഹാപ്പി. സന്തുഷ്ടരായ കുറച്ച് ആൾക്കാരുണ്ട്. ഹി സേസ് ദാറ്റ്, അദ്ദേഹം പറയുന്നത്, അതായത് ദിസ് ഈസ് എസ്പെഷ്യലി ദ കേസ് among those who have been ruined for example by banking. ഇത് പ്രത്യേകിച്ചും ശരിയാണ് ചില ആൾക്കാരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ബാങ്കിങ്ങിൽ തകർന്നു പോയ ആൾക്കാരുടെ കാര്യത്തിൽ. വൺസ് ദേ ആർ ruined, ഒരിക്കൽ അവർ തകർന്നു പോയാൽ, ദേ സേസ് ലീകോക്ക് പറയുന്നു, ദേ ക്യാൻ ഹാവ് എനിത്തിങ് ദേ വാണ്ട്. അവർക്ക് വേണ്ടുന്ന എന്തും ആകാം. ഹി ടേക്സ് ദ കേസ് ഓഫ് എ മാൻ കോൾഡ് എഡ്വേർഡ് ഓവർജോയ്. എഡ്വേർഡ് ഓവർജോയ് എന്ന് പറയുന്ന തനിക്കറിയാവുന്ന ഒരു മനുഷ്യന്റെ കഥ ഉദാഹരണമായി എടുക്കുന്നു. ഹു വാസ് അബ്സല്യൂട്ട്ലി ruined, പൂർണ്ണമായും പാപ്പരായി പോയ വ്യക്തിയാണ്. ദോ ദ മാൻ വാസ് സപ്പോസ്ഡ്ലി ruined, അയാൾ പൂർണ്ണമായും തകർന്നു പാപ്പരായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കരുതുമ്പോഴും, ഹി ഡിഡ് നോട്ട് സെൽ ഹിസ് കാർ, അയാൾ അയാളുടെ കാർ വിട്ടിട്ടില്ല, ഓർ ഹോം, അയാളുടെ വീട് വിട്ടിട്ടില്ല, ആൻഡ് വാക്ക്ഡ് അറൗണ്ട് ഗെയിലി, പക്ഷേ പകരം സന്തോഷത്തോടെ അയാൾ നടക്കുന്നു. ലീകോക്ക് എൻഡ്സ് ഒബ്സർവിങ് ദാറ്റ്. ലീകോക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെ ഒരു നിരീക്ഷണത്തോടുകൂടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഓവർജോയ് സ്റ്റിൽ വെയേഴ്സ് എ സ്റ്റീൽ ലൈൻഡ് കോട്ട്. ഒരു സ്റ്റീൽ ലൈൻഡ് കോട്ടാണ് അദ്ദേഹം ഇപ്പോഴും ധരിക്കുന്നത്. വർത്ത് അറ്റ്ലീസ്റ്റ് $500, കുറഞ്ഞത് $500 എങ്കിലും ആയിരിക്കും അതിൻ്റെ വില. അപ്പോൾ ലീകോക്ക് സമ്പന്നരാണ് എന്ന് കരുതിയ പല ആൾക്കാരും സമ്പന്നരല്ല എന്നതാണ് ഈ പാഠത്തിൽ ആശയമായിട്ട് ആകെ നമുക്ക് മനസ്സിലാക്കുന്നത്. ലിമോസിൻ കാറിൽ യാത്ര ചെയ്യുന്നവർ പോലും പണത്തിന്റെ കുറവ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ആണ്ടിൽ $10,000 വരുമാനമുള്ള ലീകോക്കിന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, സമ്പന്നരോടൊപ്പം അയാൾ വളരെ വിഷമിക്കുന്നു. ഇത് തന്നെ ആയിരിക്കും ഇതിൽ കൂടുതൽ വരുമാനമുള്ളവരുടെയും അഭിപ്രായം. ലീകോക്ക് സമ്പന്നരെ പറ്റി എഴുതുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. സമ്പന്നർ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങളെയും ദുരവസ്ഥകളെയും പറ്റി പറയുമ്പോൾ അദ്ദേഹം അവരെ കളിയാക്കുകയാണ്. അവർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പാവപ്പെട്ടവർക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു സർക്കാസം അഥവാ ആക്ഷേപഹാസ്യമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ബാങ്കുകളുടെ തന്റെ ബോണ്ടുകൾ വിൽക്കേണ്ടി വന്ന ഒരു പരിചയക്കാരന്റെ കാര്യവും കൂടെ ലീകോക്ക് പറയുന്നുണ്ട്. അതായത് ബാങ്കിൽ ഓവർഡ്രാഫ്റ്റ് വന്നപ്പോൾ ആ ഓവർഡ്രാഫ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറിയെ വിളിച്ചിട്ട് തന്റെ ബോണ്ടുകൾ ഉടനെ വിറ്റിട്ട് ആ ഓവർഡ്രാഫ്റ്റ് കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച മനോവിഷമം ലീകോക്ക് നമ്മോട് പറയും. ഇനി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉത്തരം എഴുതുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഡിഡ് ലീകോക്ക് ഫീൽ വെൻ ഹി തോട്ട് ഹി ഹാഡ് ഫൗണ്ട് ദ റിച്ച് പീപ്പിൾ? ശരിക്കും സമ്പന്നന്മാരായ ആൾക്കാരെ കണ്ടെത്തി എന്ന് ലീകോക്കിന് തോന്നുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് താൻ സമ്പന്നന്മാരായ ആൾക്കാരെ കണ്ടെത്തിയെന്ന്. പക്ഷെ അന്വേഷിച്ച് ചെല്ലുമ്പോഴല്ലേ അറിയുന്നത് അവരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സമ്പന്നരല്ല. ദെവർ പുവർ, അവർ ദരിദ്രരാണ്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ഹാഡ് മച്ച് വെൽത്ത്, അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് എന്നും അവർ വാസ്തവത്തിൽ ദരിദ്രരാണ് എന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ലീകോക്ക് സംടൈംസ് തോട്ട് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് സം റിച്ച് പീപ്പിൾ ബട്ട് ദേ വേർ നോട്ട് റിയലി റിച്ച്. അവർ ശരിക്കും റിച്ച് അല്ലായിരുന്നു. ദേ വേർ പുവർ, അവർ ദരിദ്രരായിരുന്നു. എങ്ങനെയാണെങ്കിൽ കൂടി ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ്, ഈ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നിട്ട് കൂടി, ദാറ്റ് ദേ ഹാഡ് മച്ച് വെൽത്ത്, അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എ ലിമോസിൻ? ലിമോസിൻ എന്താണ്? ലിമോസിൻ ഈസ് എ ലാർജ് ലക്ഷൂറിയസ് കാർ, ഒരു വലിയ ആഡംബര കാറാണ് ലിമോസിൻ. ഇൻ വിച്ച് ദ ഡ്രൈവേഴ്സ് സീറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ സീറ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ്. ഡ്രൈവറുടെ സീറ്റും പാസഞ്ചേഴ്സിന്റെ സീറ്റും സെപ്പറേറ്റ് ആണ് ആ കാറിൽ. അടുത്ത ചോദ്യമാണ്, ലിസ്റ്റ് ലീകോക്സ് റിപ്പോർട്ടഡ് കേസസ് ഓഫ് റിച്ച്നെസ്. സ്റ്റീഫൻ ലീകോക്കിന്റെ സമ്പന്നതയുടെ റിപ്പോർട്ടഡ് കേസുകൾ ഏതൊക്കെയാണ് പറയാമോ? ദ ജാനേറ്റർ ഇൻ ദ ബിൽഡിംഗ് വേർ ലീകോക്ക് വർക്ക്സ് ടോൾഡ് ഹിം ദാറ്റ്, ലീകോക്ക് ജോലി ചെയ്യുന്നിടത്ത് കെട്ടിടത്തിലെ ജാനേറ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് ഹി ഹാസ് എ റിച്ച് കസിൻ ഇൻ ഇംഗ്ലണ്ട്, തനിക്ക് ഇംഗ്ലണ്ടിൽ ഒരു സമ്പന്നനായ കസിൻ ഉണ്ടെന്ന്. ഹു വർക്ക്സ് ഇൻ ദ സൗത്ത് വെസ്റ്റ് റെയിൽവേയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെന്നും, ഹു ഗെറ്റ്സ് 10 pounds എ വീക്ക്, ആഴ്ചയിൽ 10 പൗണ്ട് വീതം ആ മനുഷ്യന് കിട്ടുന്നുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദ ലേഡി ഹു വാഷസ് അറ്റ് ഹിസ് ഹൗസ്, അയാളുടെ ലീകോക്കിന്റെ വീട്ടിൽ അലക്കാൻ വരുന്ന ഒരു ലേഡി ഉണ്ട്. ഹാസ് എ റിച്ച് അങ്കിൾ, അവർക്കൊരു സമ്പന്നനായ അമ്മാവനുണ്ട്. ഹു ഓൺസ് ഹിസ് ഓൺ ഹൗസ്, അയാളുടെ സ്വന്തമായ അയാൾക്ക് വീടുണ്ട്. ആൻഡ് ഹാസ് 2 ഗേൾസ് അറ്റ് ദ ഹൈസ്കൂളിൽ അദ്ദേഹത്തിന് പെൺകുട്ടികളെ അയച്ച് പഠിപ്പിക്കുന്നുണ്ട്.
ദിസ് ഈസ് എ വ്യൂ ഓഫ് റിച്ച്നെസ് എമംഗ് സിമ്പിൾ പീപ്പിൾ. പാവങ്ങളായ ആൾക്കാരെ സംബന്ധിച്ച് ഇതാണ് അവർ സമ്പത്തിനെ നോക്കിക്കാണുന്ന ഒരു രീതി എന്ന് പറയും. ഹൗ ഡിഡ് ദ റിച്ച് ആൻഡ് പുവർ റിയാക്ട് വെൻ ദ സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് ഫാൾസ്? സ്റ്റെർലിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകരാൻ നേരത്ത് സമ്പന്നന്മാരും ദരിദ്രരും രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട്? ദ റിച്ച് ആർ ട്രബിൾഡ് ഫോർ മണി വെൻ ദ സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് ഈസ് 10 pounds ഇൻ എ ഡേ. സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് ഒരു ദിവസത്തിൽ 10 പൗണ്ട് താഴെയാണ് എന്നറിയുമ്പോൾ. ബട്ട് ദ പുവർ ഈസ് സ്നഗ്ലി അറ്റ് ഹോം വിത്തൗട്ട് എനി വറീസ്. പക്ഷേ പാവപ്പെട്ട ആൾക്കാർ അവരുടെ വീട്ടിൽ ചുമ്മാ ഒരു സങ്കടവുമില്ലാതെ ചടഞ്ഞിരിക്കാനും അവർക്ക് മടിയില്ല എന്നാണ് പറയുക.